സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന 2 കാര്യങ്ങളെ പറ്റിയാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറയുകയുണ്ടായ ഒരു കാര്യമുണ്ട്. വയനാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനെ ചതിച്ചു എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുകയുണ്ടായി അല്ലേ? ഇലക്ഷന് ജനവിധിയൊക്കെ അറിഞ്ഞതിന് ശേഷം അതിൽ ഇലക്ഷനിൽ ജനങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്തതെന്നും ഇലക്ഷനിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോട്ടെ, അതെല്ലാം നമുക്ക് വിട്ടുകളയാം. വയനാട്ടിലെ ജനങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്തതെന്നൊക്കെയുള്ളൊരു വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു സുഹൃത്ത് അയച്ചു തന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ അയച്ചു തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെല്ലാനത്തുകാരെ പറ്റി അല്ലെ ചെല്ലാനത്തെ വിഷയത്തെപ്പറ്റി നിങ്ങളൊരു വീഡിയോ ചെയ്യണം, അല്ല അതിനെപ്പറ്റി കൂടി നിങ്ങളൊന്ന് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്താണ് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയം തന്നെയായിരിക്കും. നമുക്കറിയാം, ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ഒരു എറണാകുളം ജില്ലയിലുള്ള ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സീ വോൾ അല്ലെങ്കിൽ കടൽ ഭിത്തിയുടെ ഒരു നിർമ്മാണത്തെപ്പറ്റി ചുറ്റിപ്പറ്റി നിന്നൊരു സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതായത് വളരെ വർഷങ്ങളായിട്ട്, വളരെ കാലങ്ങളായിട്ട് ചെല്ലാനത്തുകാർ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ ദുരന്തം, ഒരു മാനമൊന്ന് ഇരുണ്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഈ പറയുന്ന ആർത്തിരമ്പിക്കൊണ്ട് വരുന്ന കടലിലെ ആ ഒരു വെള്ളമായിരിക്കും. അല്ലെങ്കിൽ കടലിൻ്റെ ആ ഒരു പ്രക്ഷോഭം, അല്ലെങ്കിൽ കടലിൻ്റെ ആ ഒരു ആർത്തിരമ്പി വരുന്ന, അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു കടൽ ഭിത്തി ഇല്ലാത്തതിനാൽ മൂലം ആ വെള്ളമെല്ലാം അടിച്ചു കയറി വരുന്ന അവിടെ താമസിക്കുന്ന ആ അവരുടെ വീട്ടിലേക്കും അവരുടെ എല്ലാ കാര്യങ്ങളും നശിക്കുന്ന, അവരുടെ ജീവിതം പോലും, ജീവിത സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാവുന്ന, അല്ല അവരുടെ സാഹചര്യങ്ങൾ വളരെ മോശമാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഈ പറയുന്ന യു.ഡി.എഫിൻ്റെ ഭരണകാലം മുതൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് എൽ.ഡി.എഫ് ഭരണത്തിൽ വന്ന സമയത്ത് ഇതേ വിഷയങ്ങൾ അവർ ഉന്നയിക്കുകയും അതിനൊരു ഒരു മറുപടി എന്നോണം, അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു നടപടി എന്നോണമൊക്കെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നിലപാടൊക്കെ നമ്മൾ കണ്ടതാണ്. 2026 ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന ഒരു കടൽ ഭിത്തി നിർമ്മാണം ഏകദേശം പൂർണ്ണമായി. ഒരു കടൽ ഭിത്തി മാത്രമാണ് അവർ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഇടതുപക്ഷ സർക്കാർ അവിടെ സാക്ഷാത്കരിച്ചു കൊടുത്തത് കടൽ ഭിത്തി എന്നതിനേക്കാൾ അപ്പുറം അവിടെ ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്യും, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ കുറേ കൂടി ഈ പറയുന്ന വേറെ രീതിയിലൊക്കെ കൊണ്ടുപോയിട്ട് അതിനെ എങ്ങനെ കുറച്ച് ആളുകൾക്ക് അവർക്ക് കുറച്ച് നല്ല രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാമെന്നൊക്കെ നല്ല ബോധ്യമുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇടതുപക്ഷത്തിലുണ്ടായിരുന്നത്. എന്നാൽ ജനങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? അവരെല്ലാവരും അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിയതിന് ശേഷം അവരെ പിന്തുണച്ചിരുന്ന, അവരെ ചേർത്ത് പിടിച്ചിരുന്ന, എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം എല്ലാത്തിനും നിന്നിരുന്ന ആ ഒരാളുകളെ, അതൊരു പാർട്ടിയല്ല ഞാൻ പറയുന്നത്, അവരോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും അവരുടെ തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന, ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചില്ലെങ്കിലും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളുകളെ അവഗണിച്ചു വിടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എസ്പെഷ്യലി വയനാട്ടിലെ ആളുകളും ഇപ്പോൾ ഈ പറയുന്ന ചെല്ലാനത്തെ ആളുകളും. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ഈ 2 നന്ദികെട്ട ആളുകളെ പറ്റി നമ്മൾ, ആദ്യം ഞാൻ വയനാട്ടുകാരെ പറ്റി പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ചെല്ലാനത്തെ ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ വിഷയങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം ഓൾറെഡി അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ അതൊരു അവരുടെ ഒരു ആഗ്രഹം എന്തായിരുന്നു, ആ ആഗ്രഹത്തിന് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ഇടതുപക്ഷ സർക്കാർ അതിനെ സാക്ഷാത്കരിച്ചു കൊടുക്കുകയും ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വന്ന് കണ്ടുപോകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാനിങ്ങനെ നോക്കുമ്പോഴൊക്കെ വിക്കിപീഡിയയിലും മറ്റ് പല റീൽസിലും ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണിപ്പോൾ ഒരു കൂട്ടം ആളുകൾ PR വർക്ക് ചെയ്യുക എന്ന് തന്നെ നമുക്ക് പറയണം. PR വർക്ക് ചെയ്തുകൊണ്ട് വളരെ മോശമാണെന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കിടന്നുകൊണ്ട് മെഴുകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലാലേട്ടനുമായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗമായിരുന്നു. അത് ഇരുവരെന്ന് പറയുന്ന ഒരു എപ്പിസോഡ്, അല്ലെ ഇരുവരെന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ടുകൊണ്ട് ലാലേട്ടനും അതേപോലെ തന്നെ പിണറായി വിജയൻ സഖാവും ഒരുമിച്ചിരിക്കുന്ന ഒരു അഭിമുഖമായിരുന്നു നമ്മൾ കണ്ടത്. ആ അഭിമുഖത്തിൽ പിണറായി വിജയൻ സഖാവ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം, ഞാൻ ആദ്യം വൈദ്യുതി മന്ത്രിയായിട്ടാണ് ഇരുന്നത്. ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്നോട് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ ഞാൻ നേരെ പോയത് വാടക വീട്ടിലേക്കാണ്. അതുകൊണ്ട് വാടക വീട്ടിൽ കിടക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമൊന്നുമല്ല. അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടിയെങ്കിലേ ഞാനിവിടെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ടിയിലോ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന രീതിയൊന്നും എനിക്കങ്ങനെ വശമുള്ളതല്ല, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാറുമില്ല. ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം, അതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിത രീതി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ലളിതമായിട്ട് ആ കാര്യങ്ങളെയൊക്കെ പറ്റി പറയുന്നൊരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ആ മുഖ്യമന്ത്രി ഇവിടുന്ന് പടിയിറങ്ങി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ മെയ് 4-ാം തീയതി ആയപ്പോഴത്തേക്കും മുഖ്യമന്ത്രി ഈ പറയുന്ന പിണറായി വിജയൻ CM എന്നുള്ളൊരു പേര്, മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന പേരിനൊപ്പം ഉണ്ടായിരുന്ന CM എന്നുള്ളൊരു ടാഗ്, അല്ലെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷൻ അതെടുത്ത് മാറ്റിയ സമയത്ത് തന്നെ ഒരുപാട് മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി.
അതായത് നേരത്തെ തന്നെ തോൽവി മനസ്സിലായിട്ടുള്ള പിണറായി വിജയൻ തൻ്റെ പേരിനൊപ്പം ഉണ്ടായിരുന്ന ആ ആ, ഒരു CM എന്നുള്ളൊരു വാക്ക് എടുത്ത് മാറ്റിയെന്നൊക്കെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ചട്ടപ്രകാരം നോക്കുമ്പോൾ അങ്ങനെ അത് പേരിനൊപ്പം അലങ്കാരമായിട്ട് സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നായതുകൊണ്ട് തന്നെയും അത് ആ പേരിൽ നിന്ന് റിമൂവ് ചെയ്യണം. എന്നാൽ ഇതുപോലും മനസ്സിലാക്കാത്ത ഈ വെനം TV എന്നൊക്കെ പറയുന്ന ചാനലുണ്ടല്ലോ, ഈ ആളുകളൊക്കെയും വന്ന് കിടന്ന് മെഴുകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു മറുപടിയുമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഓരോ മാധ്യമങ്ങളിൽ വരുന്ന സമയത്തും മാധ്യമങ്ങളുടെ മുൻപിൽ ചിരിച്ചുകൊണ്ട് മാറിപ്പോകുന്ന സമയത്തുമൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന ഒരു അഭ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിട്ട് ശ്രീ പിണറായി വിജയൻ സഖാവ് വരുമോ വരില്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതിനെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനൊരു പോസ്റ്റ് ഇന്നലെ കണ്ടത്. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ആദ്യം മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ, മുഖ്യമന്ത്രി ഉണ്ടായതിന് ശേഷം നമുക്ക് തീരുമാനം മതി പ്രതിപക്ഷ നേതാവായിട്ട് ആര് വേണമെന്നുള്ളത്. പ്രതിപക്ഷ നേതൃസ്ഥാന പ്രഖ്യാപനം മുഖ്യമന്ത്രി ആരെന്നറിഞ്ഞ ശേഷം മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്കില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അത് റിപ്പോർട്ട് 24 ന്യൂസാണ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രി വരുന്നതിനെയും വിമുഖത കാണിക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് പറയുന്ന ആളുകൾക്കും അത് ഏകദേശം എന്തിനാണെന്നൊന്നും അവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുതെ അങ്ങ് പറയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പണ്ട് കുറേ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തുണ്ടായാലും മുഖ്യമന്ത്രി രാജിവെക്കണം. അതായത് ഒരു സ്ഥലത്ത് കുടിവെള്ളം കിട്ടിയില്ലെങ്കിൽ അതിന് കാരണക്കാരൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം. ഇനി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുക്കും അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലോ അവിടെയും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകുന്ന ആളുകളുടെ ഒരു കൂട്ടം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ കമൻറ്റ് വരുന്നതെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ കമൻറ്റുകളിലും ഏറ്റവും കൂടുതൽ ആളുകളും അനുകൂലിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെയാണ്. ഇപ്പോൾ UDF ഒക്കെ പറയുന്നത് VD സതീശനൊക്കെ നല്ല ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട്. VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്. VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ നമുക്കറിയാം, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, മറ്റേത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ആളുകളും പിന്തുണയ്ക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെയാണ്. അങ്ങനെ ആയിരിക്കുന്ന സ്ഥിതിയിൽ, അല്ലെ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ഹൈക്കമാൻഡ് പരിഗണിക്കണമല്ലേ? ഇലക്ഷനിൽ തോറ്റുപോയി, പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പരിഗണിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇവർ പറയുന്ന രീതിയിലാണെങ്കിലും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു തമാശ എന്ന രൂപേണ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേറൊരു പോസ്റ്റ് കാണാനിടയുണ്ടായത്, ഇന്നെന്നല്ല, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ശിവൻകുട്ടി എന്ന് പറയുന്നൊരു മനുഷ്യന് ഒരുപാട് അഭിനന്ദന പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോയിൽ പറയുന്നതും അതുതന്നെയാണ്. ശിവൻകുട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് കുട്ടികളുടെയൊക്കെ അവരൊക്കെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്നത് മന്ത്രി അപ്പൂപ്പ എന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികളെയൊക്കെയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും എല്ലാ രീതിയിലും പിണറായി വിജയൻ സഖാവ് തന്നെയായിരുന്നു ശരിയെന്നുള്ളൊരു കാര്യം ശരിവെക്കുകയാണ്. നമുക്കറിയാം, മറുനാടൻ മലയാളി ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി കുറ്റം പറഞ്ഞത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ഷാജൻ സ്കറിയയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എന്താണ് നമ്മൾ കണ്ടത്? അതേ ഷാജൻ സ്കറിയ തന്നെ വന്നിരുന്നുകൊണ്ട് മാപ്പ് പറയുകയാണ്. എന്തിനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി ഇത്രയും മോശമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അത് ലൈവായിട്ട് തന്നെ വന്നിട്ട് അയാൾ മാപ്പ് പറയുകയാണ്. കാരണം പിണറായി വിജയൻ ആയിരുന്നു ശരിയെന്നുള്ളത് ഷാജൻ സ്കറിയയ്ക്കും മനസ്സിലായി. ഏറ്റവും കൂടുതൽ പണി ഷാജൻ സ്കറിയയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഷാജൻ സ്കറിയ ഏറ്റവും കൂടുതൽ പണി കൊടുത്തതും പിണറായി വിജയനെതിരെ തന്നെയാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും അധികം ഇങ്ങനെ മാപ്പ് പറയാനായിട്ട് സമയം അധികം വിദൂരമല്ല. എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ദിവസം, അതായത് ഇവരൊക്കെ ആദ്യമേ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഇലക്ഷൻ കഴിഞ്ഞാൽ 5 ദിവസത്തിനകത്ത് മുഖ്യമന്ത്രി അവർ നിശ്ചയിക്കും, അല്ലെ തീരുമാനിക്കുമെന്നായിരുന്നു. ഇന്നിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 7-8 ദിവസത്തോളമായിട്ടുണ്ടല്ലേ. ഇത്രയും ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഐസിൽ പെയിൻ്റ് അടിക്കുക, വെള്ളത്തിൽ വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോഴും അവരിങ്ങനെ ഇരുട്ടിൽ തപ്പുന്നതൊക്കെ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കായിട്ടുള്ള തിരച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവായിട്ട് ഇങ്ങനെ ഇയാൾ വരണം, ഇയാൾ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP വലിയ രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അതുപോലെ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയുണ്ടായത്, ഒരു സംസ്ഥാനവും തങ്ങളുടെ ഭാവി കോൺഗ്രസിൻ്റെ കൈകളിൽ വെക്കരുത്, അവരുടെ പോരാട്ടം കസേരയ്ക്ക് വേണ്ടി, വിമർശിച്ച് BJP. ഈ 2 പേരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് ഈ വിജയമെല്ലാം കൈവരിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം.
എന്തോ ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അടിയുണ്ടാക്കുകയാണ്. എന്തായാലും അവിടെ തന്നെ നിൽക്കട്ടെ കാര്യങ്ങളൊക്കെ. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം ആരാണ് മുഖ്യമന്ത്രി, ആരാണ് പ്രതിപക്ഷ നേതാവെന്നുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ സണ്ണി ജോസഫോ ആരും വന്നോട്ടെ, ഇനി വി മുരളീധരനോ ആരും വന്നോട്ടെ, ആര് തന്നെ വന്നാലും പ്രതിപക്ഷമായിട്ട് വരാൻ പോകുന്നത് യു ഡി എഫ് എൽ ഡി എഫ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ എന്തൊക്കെ കളികളാണ് നടക്കുന്നതെന്നുള്ളത്. ഇവരൊക്കെ ഈ കാണിക്കുന്ന നെറികേടിനും അവരുടെയൊക്കെ വൃത്തികേടിനും എല്ലാം മറുപടിയുമായിട്ട് തന്നെയായിരിക്കും ഈ പിണറായി വിജയൻ സഖാവും സംഘവും ഒക്കെ രംഗത്തേക്ക് വരുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ യു ഡി എഫിൽ ഇപ്പോൾ ഇരിക്കുന്ന ഉന്നത നേതാക്കന്മാർ തന്നെയായിരിക്കും. കാരണം അയാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ധാർഷ്ട്യമെല്ലാം ഇനിയും കാണേണ്ടി വരും. ധാർഷ്ട്യത്തിനപ്പുറം അയാളുടെ വാക്കുകൾ അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ താങ്ങാനാവുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. ഈ ഒരു പ്രായത്തിലും അയാൾ എടുക്കുന്ന തീരുമാനങ്ങളും അയാളുടെ കാഴ്ചപ്പാടുകളുമൊക്കെ ഇന്നത്തെ ഈ യുവതലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ധാർഷ്ട്യം എന്നൊക്കെ പറയുന്ന ആ രീതിയിലാണ്. അത്രയും കർക്കശ സ്വഭാവമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ തോൽപ്പിച്ചെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഞാനടക്കമുള്ള കേരളത്തിലെ നല്ലൊരു മനുഷ്യവിഭാഗത്തിന് സാധിക്കത്തില്ല എന്ന് ഞാൻ പറയുകയാണ്. എന്തായാലും ഇവിടെ നടന്നിരിക്കുന്ന തിരിമറികളും അവിടുത്തെ അട്ടിമറികളും കളികളും ഒക്കെ എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ തെളിയിക്കപ്പെടട്ടെ. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.